ടാക്സിക്കാരോട് പറഞ്ഞാ മതി, അവർ കൊണ്ടുചെന്ന് വിട്ടോളൂ. പീപ്പിൾസ് ലോഡ്ജ് മറക്കുവോ? പീപ്പിൾസ് ലോഡ്ജ് മറക്കില്ല. ഒന്ന് തീർത്ത് പറ കുറുപ്പേ, മദ്രാസിലേക്ക് ഞങ്ങൾ വരണം. ദേ കിടക്കുന്നു. ഇതുവരെ പറഞ്ഞത് എന്താ? ഓ മതി, ഒരുക്കം കണ്ടാ നിങ്ങൾ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നെന്ന് തോന്നുമല്ലോ. കുളിച്ചാലൊന്ന് മുടി ചെയ്യണ്ടേടി. എന്നാ TG കുറുപ്പ് എവിടെയാണെന്ന് വെച്ചാൽ അന്വേഷിക്കുക. വെളിയിലെ മനുഷ്യരുണ്ട്. എടി അവര് തമിഴന്മാരാ. തമിഴ് മലയാളം ഒന്നാ മനുഷ്യ. അത് മുനിഷി സാറിന്റെ വ്യാകരണം പറഞ്ഞു വലിപ്പിക്കാൻ കുറെ പാടാ. ഞാൻ ശ്രമിച്ചു നോക്കാം. ഓ ഇങ്ങനെ ഒരു ഉടക്ക്, എന്ത് പറഞ്ഞാലും ഉടക്ക. നീ വേഗം കുളിച്ച് ഡ്രസ്സ് മാറുമോളെ. ഇത് നമ്മുടെ മുണ്ടാമ്പറമ്പല്ല, മദ്രാസാ. എപ്പോഴാ ആരെങ്കിലും ഓടിക്കയറി വരുന്നെന്ന് പറയാൻ പറ്റില്ല. എന്നാ ചെല്ല്. എവിടെ നോക്കിയാലും ഉഗ്രം ബംഗ്ലാവുകൾ. റോഡിലേക്ക് ഇറങ്ങിയാലോ കൊട്ടാരം പോലെയുള്ള കാറുകളല്ലേ അങ്ങനെ ചീറിപ്പാഞ്ഞു പോകുന്നത്. എല്ലാ സിനിമാക്കാരുടേതായിരിക്കും അല്ലേ? പിന്നെ അല്ലാണ്ട് മദ്രാസ് എന്താ സിനിമാക്കാരുടെ പട്ടണമല്ലയോ? സ്വർഗമല്ലയോ സ്വർഗം. സിനിമയിലൊന്ന് കടന്നു കൂടിയോ പിന്നെ നോക്കണ്ട, നേരെ ഒരു കയറ്റമാ മേലോട്ട്. പക്ഷെ ഒന്ന് കടന്നു കിട്ടിയിട്ട് വേണ്ടേ? അതിനവിടെ ചെല്ലാതെങ്ങനെയാ? സംശയിക്കേണ്ട പണിക്കരെ, നിങ്ങൾ അങ്ങോട്ട് വന്നാ മതി. പെണ്ണിനെ സിനിമയിൽ ചേർക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നല്ല പ്രായം, കാണാനും കൊള്ളാം. ഇവൾ ഒന്നാന്തരമായിട്ട് ഡാൻസ് ചെയ്യും കുറുപ്പേട്ട. ഭരതനാട്യത്തിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് യൂത്ത് ഫെസ്റ്റിവലിന്. പോരെ, പിന്നെ സിനിമയിൽ കയറാൻ വേറെ എന്ത് വേണം? SSLC ജയിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ. ഇല്ലേ? നമ്മുടെ തമിഴ് വലിയ താരം കനകാംബികയില്ലേ, അക്ഷരം കൂട്ടി വായിക്കാതിന് അറിയത്തില്ല. അവളുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് കുറ്റാലം വെള്ളച്ചാട്ടമുണ്ട്, അറിയാവോ? നേരാണോ കുറുപ്പേട്ട? പിന്നെ ഞാൻ എന്തിനാണോ പറയുന്നത്? കുറ്റാലത്ത് പോയി ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് അതുപോലൊന്ന് അവളുടെ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഉണ്ടാക്കിച്ചു. മോട്ടോർ വെച്ച കിണറ്റിന്ന് വെള്ളം മേലോട്ട് അടിച്ചു കയറ്റുന്നത്, മുറ്റത്ത് നിന്നുകൊണ്ട് കുറ്റാലത്ത് കുളിക്കുന്നു. പണത്തിന്റെ മുഷ്കേ. എന്തായി, കണ്ടോ? കണ്ടു. എന്നിട്ട് എവിടെ? കണ്ടതൊക്കെ കൊണ്ടുവരാനൊക്കൂ. പട്ടണം കണ്ടു, ഉറുപ്പിനെ കണ്ടില്ല. നിങ്ങൾ എവിടെ അന്വേഷിച്ചത്? കുറിച്ച് എന്നിടത്ത് എന്നെ അന്വേഷിച്ചു. കുറുപ്പെന്നൊരാളെ പറ്റി അവരാരും കേട്ടിട്ട് പോലുമില്ല. അവൻ കള്ളനാണെന്ന് ഞാൻ അപ്പോഴേ കരുതിയതാ. ആണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയരുത്. നിങ്ങൾക്ക് ഭാഷ ആവശ്യമില്ലാഞ്ഞിട്ടാ. നേരം എടുത്തോട്ടെ, ഞാൻ കണ്ടുപിടിച്ചോളാം. അതെ, ഇതിന്റെ മുണ്ടാമ്പറമ്പല്ല. ആരാ നോക്ക്. അത് പറ. ഞാനും മോള് ഒരുമിച്ച് ആവേശം കണ്ടത്. അതിലെന്ത് വേഷമായിരുന്നു മോളെ? ഉപനായകൻ. അങ്ങനെയൊന്നുമില്ല, നായകന്റെ ഒരു കൂട്ടുകാരൻ അത്ര. പക്ഷെ എന്റെ കണ്ണ് നിറഞ്ഞുപോയി കേട്ടോ. എന്റെ വേഷം ചെറുതായി പോയത് കൊണ്ടാണോ? ഇത് പഴയ സഹദേവനൊന്നുമല്ല, വലിയ വലിയ റോളുകൾ അഭിനയിക്കുന്ന തിരക്കുള്ള നടനാ. വെറുതെ ചില ചെറിയ വേഷങ്ങളൊക്കെ കിട്ടാറുണ്ട്. എന്നെങ്കിലും ഒരു നല്ല വേഷം കിട്ടുമെന്ന പ്രതീക്ഷയിൽ മദ്രാസിൽ അങ്ങനെ തങ്ങുന്നു. നുങ്കുമ്പക്കത്തൊരു ലാഡ്ജ്. சார், என்னம்மா? மலையாளம் தெரிஞ்சதுமா? என்ன வேணும்னு சொல்லுங்க. மலையாளத்திலிருந்து மദ്രാസിൽ வந்த சினிமா நடிக்கிற சகதேவன் இருக்கா? சகாதேவனா? டே பையா, ரூம் நம்பர் 16ல ஆள் இருக்கா பாரு. ஒரு அம்மா தேடி வந்திருக்காங்க, வர சொல்லு. நீங்க அப்படி போய் கொஞ்சம் உட்காருங்கம்மா. നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? അന്നൊരു ദിവസം കുറുപ്പിനോടൊന്നിച്ച്. ഓ, ഇപ്പോഴോർക്കും. വിശേഷിച്ച് മദ്രാസിൽ വന്നാൽ സിനിമയിൽ റോള് വാങ്ങിച്ചു തരാമെന്ന് കുറുപ്പ് പറഞ്ഞിരുന്നു. അതിന് വന്നതാ. ഈ പ്രായത്തിൽ ഇനി സിനിമാഭിനയം വേണോ? അയ്യോ, എനിക്കല്ല, മോൾക്ക, ശാന്തമ്മയ്ക്ക്.
അവരച്ഛനും മോളും ലോഡ്ജിലുണ്ട്. ഞാൻ കുറുപ്പിനെ അന്വേഷിച്ച് ഇറങ്ങിയതാ. അയാൾ എവിടെയാ താമസം? അയാൾ ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? അയാൾ എന്റെ അടുത്ത പരിചയക്കാരൊന്നുമല്ല. അന്നൊരിക്കൽ യാദർച്ഛ്യമായിട്ട് നാട്ടി വെച്ച് കണ്ടു. നിർബന്ധമായിട്ട് വിളിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അയാൾ ഇപ്പൊ ജയിലില്ല. ജയിലിലോ? അയാൾ പെൺവാണിപ്പക്കാരുടെ ഏജന്റാണത്രേ. ഏതോ കേസ് പിടിച്ചു. ചതിച്ചോ ദൈവമേ? ഏതായാലും ചതിച്ചില്ല. ഇവിടെ വന്ന് അയാളുടെ പിടിയിൽ പെടാതിരുന്നത് ഭാഗ്യം. ഇനിയിപ്പോ ഞങ്ങൾ എന്താ ചെയ്യാ? ഒന്നും ആലോചിക്കാനില്ല. വേഗം നാട്ടിലെത്താൻ നോക്ക്. അയ്യോ, അങ്ങനെ പറയരുത്. പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ വരെ വന്നു പോയില്ലേ? അതിരിക്കട്ടെ, ചായ പറയട്ടെ. എനിക്കൊന്നും വേണ്ട. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചാ മതി. അത് നന്നായി. എന്റെ കാര്യം തന്നെ ഇവിടെ ജാമ്യത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സിനിമ പിടിക്കുന്ന ആരെങ്കിലും ഒക്കെ കണ്ടു നോക്ക്. ഭാഗ്യമുണ്ടെങ്കിൽ ഫലിച്ചേക്കാം. ഞങ്ങളെ അവരുമായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നൂടെ? ആ കാര്യം മാത്രം എന്നോട് പറയണ്ട. പെണ്ണുങ്ങളെ പരിചയപ്പെടുത്താൻ നടത്തുന്ന ഏർപ്പാട് എനിക്കിഷ്ടമല്ല. ഞാൻ വേണമെങ്കിൽ കുറെ പ്രൊഡ്യൂസർമാരുടെയും ഡയറക്ടർമാരുടെയും അഡ്രസ് തരാം. നിങ്ങൾ തന്നെ ഒന്ന് സമീപിച്ചു നോക്ക്. ആ, എന്താ? സാറിനെ ഒന്ന് കാണാൻ വന്നതാ. എവിടെന്നാ? നാട്ടിന്നാ. വന്നിട്ട് 2-3 ദിവസമായി. കാര്യം പറയൂ. സാറിന്റെ പുതിയ പടത്തിൽ ഒരു വേഷം കിട്ടിയാൽ. ആർക്ക്? എന്റെ മോൾക്ക്. അതിപ്പോ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ. പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറൊക്കെ വിചാരിച്ചാലേ നടക്കൂ. സാറ് പറഞ്ഞ അവര് കേൾക്കും. എന്നാര് പറഞ്ഞു? എല്ലാരും പറയുന്നു. ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഫോട്ടോയോ? ആ, ഫോട്ടോ, പടം. അത് കാണാതെ ഒന്നും പറയാൻ പറ്റില്ല. 2-3 ദിവസം പടമൊക്കെ എടുത്ത് അതുമായി പ്രൊഡ്യൂസറെ ചെന്ന് കാണും. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ഒന്ന് കാണട്ടെ. ഡാൻസ് അറിയാമോ? അറിയാം. ഡാൻസിന് ഇവൾക്ക് ഒത്തിരി സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഓഹോ. ആ കാലൊന്ന് കാണട്ടെ. സിനിമയിൽ ഡാൻസ് ചെയ്യുന്ന കാലുകൾക്ക് നല്ല ഭംഗി വേണം. ആ, തരക്കേടില്ലെന്ന് തോന്നുന്നു. ആട്ടെ, നമ്മൾ ഉദ്ദേശിക്കുന്ന വേഷത്തിന് പറ്റുമോ? ആ, ഒപ്പിക്കാം. ഏത് വേഷവും എന്റെ മോൾ അഭിനയിക്കും. ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുത്ത മോളെ. അതൊക്കെ ഡയറക്ടർ വന്നിട്ട് മതി. ഞങ്ങൾ പ്രൊഡ്യൂസർമാരല്ലേ, ഞങ്ങൾക്കൊന്നും കണ്ടാൽ മനസ്സിലാവില്ല. പിന്നെ ചാൻസ് തന്നാ ഞങ്ങൾക്ക് എന്ത് പ്രതിഫലം തരും? ഞങ്ങള് പാവങ്ങളാ. പറയുന്നത് മുഴുവനും കേൾക്കൂ. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം ഞങ്ങൾ ചെയ്യുന്നു. നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം നിങ്ങളും ചെയ്യണം. അതെ, നിങ്ങളുടെ സഹായത്തിനാണ് മുതൽ മുടക്കമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. സാരമില്ലെന്നേ. മകൾ കരപറ്റുന്നവരെ ഒന്ന് കണ്ണടച്ചു കളയണം, അത്ര തന്നെ. ഇതൊക്കെ ഇവിടുത്തെ ഒരു ചടങ്ങാ, അല്ലാതെ പുതിയ കാര്യമൊന്നുമല്ല. എന്തു പറയുന്നു? போக மோளே. இந்த பாருமா, புதுமுகங்களை போட்டு பரிச்சை பண்ண நாங்க தயாரா இல்ல. நான் பணம் இன்வெஸ்ட் பண்றது பணம் சம்பாதிக்கிறதுக்கு தான். இந்த கலையாவது மண்ணாங்கட்டியாவது எனக்கு தேவை பணம். ഇങ്ങനെ പറഞ്ഞ പുതുമുഖങ്ങൾക്ക് ഒന്ന് കടന്നു വരണ്ടേ മുതലാളി? அதுக்கு வேற ஆள் இருக்காங்க. படம் எடுத்து முடிக்கிறதுக்கு கூட அவார்டு கிடைக்கிறதுக்கு சில நிமிஷம் பண்ணுவாங்க. அதுக்கு அவங்களுக்கு திறமையும் இருக்கு. நீங்க அப்படிப்பட்டவங்களை பாருங்க. நான் பழைய ஆளுகளை போட்டு ஏதாவது 2 சண்டை குளிக்கிற சீன் வச்சு காசு சம்பாதிக்கலாம்னு பாக்குறேன். നീ പെരിയ സ്റ്റാറാണത് വാ. അപ്പൊ എന്നാലും നമുക്ക് ഊട്ടിലെ വർക്ക് തീർക്കാം, നേരത്തെ തീർക്കാം. അപ്പൊ സോങ്ങിനെ പിറ്റ് എവിടെ? സോങ്ങിനെ പിറ്റ് ഊട്ടിയിൽ എടുക്കേണ്ടത്. നമുക്കിപ്പോ ഡേറ്റില് നമുക്ക് ഇവിടെ മദ്രാസ് വെച്ച് അങ്ങനെ ഷൂട്ട് ചെയ്യാലോ. അത് ശരി. ചെല്ലാൻ പറഞ്ഞു. സാർ, ചാൻസിനല്ലേ? അതെ, എന്റെ മകളാ ശാന്തമ്മ. അതിന് ഞാൻ മാത്രം പറയണോ? ചേട്ടാ, നാട്ടിൽ നിന്നെന്തെങ്കിലും ജോലി ചെയ്യുന്നതിന് പകരം സിനിമ എന്ന് പറഞ്ഞ് മദ്രാസിലേക്ക് വന്നേക്കും. വരുന്നവർക്കല്ലേ ഇവിടെ സിനിമ തുറന്നു വെച്ചോണ്ടിരിക്കുകയാണോ? പോണം, എനിക്ക് ഇവിടെ വേറെ ജോലിയുണ്ട്. നിങ്ങൾ എവിടെ താമസം? പീപ്പിൾസ് ലോഡ്ജിലാ. ഡയറക്ടറെ ആള് മഹാശുദ്ധനാണ്. പക്ഷെ ജോലി ചെയ്യുമ്പോ ഭയങ്കര ചൂടാ. തണുത്തിരിക്കുമ്പോ പോയി കണ്ടാൽ മതി, ചാൻസ് തരും. ഞാനും പറയാം. നമ്മളാരാ? ഞാൻ അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ പോൾരാജ് എന്ന് പറയും. ഞങ്ങൾക്കിവിടെ പരിചയക്കാരും ഇല്ല. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പറയൂ. പറയാന്ന് പറഞ്ഞല്ലോ. വേറെ എവിടെങ്കിലും കൂടി ചാൻസ് ഉണ്ടാക്കി തരാമോ നോക്കട്ടെ. വലിയ ഉപകാരം. പീപ്പിൾസ് ലോഡ്ജിൽ ഏതാ റൂം നമ്പർ? 16. കുട്ടിയുടെ പേരെന്താ? ശാന്തമ്മ. എനിക്കിത് വരണവടി. നിന്റെയൊക്കെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ തൊഴിക്കണം. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്നായി പറയുന്നത്? എന്ത് പറ്റിയെന്ന്? നീ കാലത്തെ പെണ്ണിനെയും കൊണ്ട് തെണ്ടാണ് വന്നു. ഞാൻ ഈ മുറിയിൽ ഒറ്റയ്ക്കിരിക്കണ്ടേ? നിങ്ങളെ കൊണ്ട് കൊള്ളാമായിരുന്നെങ്കിൽ ഞാൻ ഈ നടപ്പ് നടക്കണോ? നിങ്ങൾ പോയാ പോരെ. ആ,
ഇനി എന്നെ ഇറക്കാനുള്ള ശ്രമമാണല്ലേ? അത് കാണുന്നത് തന്നെ. പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം. ഭാഷ അറിയാമോ? ഇതൊന്നുമില്ല. കാണാമറയത്ത് വന്നിരുന്നു സിനിമ കണ്ടെന്നു. കുറെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കണം, അല്ലാതെ ഒന്നും കയറി പറ്റാൻ കഴിയില്ല. എന്തായാലും ഇനി എനിക്ക് വയ്യ. വെളുക്കുമ്പോ മുതലുള്ള ഈ നടപ്പ് നാണക്കേട്. ഒരു കര പറ്റുന്നത് വരെ കുറെ നാണക്കേടൊക്കെ സഹിക്കണം. അന്നേ ഞാൻ എതിരായിരുന്നു. നീ കേട്ട മോളെ, ഇവൾ എന്നെ അനുസരിച്ചില്ല, കുറുപ്പിനെ അനുസരിച്ചു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? നമുക്കിനി സിനിമയൊന്നും വേണ്ടമ്മേ. എങ്ങനെയെങ്കിലും നാട് പിടിച്ചാൽ മതി. നാട് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞല്ലേ? ടിക്കറ്റ് വാങ്ങാൻ പൈസ വേണ്ടേ? മുറിവാട കൊടുക്കാനുള്ള പണമേ ബാക്കിയുള്ളൂ. 3 ടിക്കറ്റ് വാങ്ങാനുള്ള പൈസ എന്റെ ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. 4 പവന്റെ ഒരു മാല ഉണ്ടായിരുന്നതും വിറ്റ് തൊലച്ചു. എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ? താനുണ്ടാക്കി തന്നൊന്നുമല്ലല്ലോ. ആയിക്കോട്ടെ, അത് നിന്റെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരുന്നെങ്കിലും ഒരു സമാധാനം ഉണ്ടായിരുന്നു. അത് വിറ്റ് ചുട്ട് വണ്ടിക്കാർക്കും ഹോട്ടലുകാർക്കും കൊടുക്കണമായിരുന്നു വിശാലാക്ഷി. മുറിവാടക വാങ്ങാൻ വന്നതായിരിക്കും. നമസ്കാരം. മനസ്സിലായില്ലേ? ആ വരൂ വരൂ. കേട്ടോ ചേച്ചി, ഞാൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ. ഇദ്ദേഹം ആരാ? ശാന്തമ്മയുടെ അച്ഛനാ. നമ്മളാരാ? അത് സൗകര്യം പോലെ ഇവരോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. കേട്ടോ ചേച്ചി, ഒരു പുതിയ പ്രൊഡ്യൂസർ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഒരു സബ്ജക്ട് കയ്യിലുണ്ട്, ഫസ്റ്റ് ക്ലാസ്. പടം ഞാൻ തന്നെ ഡയറക്ട് ചെയ്യണമെന്ന് പുള്ളിക്കാരിൽ നിർബന്ധം. ഞാൻ സമ്മതിച്ചു. പടത്തിലെ ഹീറോയിൻ ആരാ? ആരാ? ശാന്തമ്മ. കണ്ടത് മുതലേ ശാന്തമ്മേന്റെ മനസ്സിലുണ്ടായിരുന്നു. കഥ കൂടെ വായിച്ചു കഴിഞ്ഞപ്പോ ഹീറോയിൻ ശാന്തമ്മ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. എന്താ സന്തോഷമായി? അയ്യോ, എന്ത് ചോദ്യമാണിത്? കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. വേറൊരു കാര്യം, ഈ ഷൂട്ടിങ്ങിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഒരു 3 മാസം താമസമുണ്ട്. അതുവരെ ഈ ഹോട്ടൽ വീട്ടിൽ താമസിക്കണമെന്നുണ്ടോ? അല്ലാതെ പിന്നെ എവിടാ താമസിക്കുന്നത്? അപ്പൊ കോടമ്പാക്കം കോട്ടയിലേക്ക് മാറാം. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ കുടിലെന്ന് പറയുന്നത് കോടമ്പാക്കത്ത് കോട്ടാച്ച. അപ്പൊ താമസം കോടമ്പാക്കം കോട്ടയിലാണെന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കാൻ വന്ന് താമസിക്കുന്നു എന്നർത്ഥം. ടിക്കറ്റിനുള്ള കാശ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അതിപ്പോ ഇവിടെ എഴുന്നള്ളിക്കണോ? അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, വീടിന് അഡ്വാൻസ് വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? അതാണ്. അത് സാരമില്ല. അഡ്വാൻസ് കൊടുത്ത് കോട്ടയിലുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തോളാം. എന്റെ പടത്തിലെ ആദ്യത്തെ ഹീറോയിൻ അല്ലേ? നമ്മൾ സ്വന്തക്കാരല്ലേ, തൊഴേണ്ടത് തന്നെയല്ല ഇദ്ദേഹത്തിനെയാണ്. ഇതാണ് VS കൊരട്ടൂർ, ഫിലിം ജേർണലിസ്റ്റ്. എന്നുവെച്ചാൽ സിനിമയുടെ രക്ഷാധികാരി. കണ്ടിട്ടില്ലേ? ഇദ്ദേഹത്തിന്റെ ഫോട്ടോഗ്രാഫർ. കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തോ ആകാം അല്ലേ? ആയിക്കോട്ടെ. കേട്ടോ? വേഗം ചെന്ന് ചായ വാങ്ങിച്ചോണ്ടോ. നല്ല ചായ തരണമെന്ന് പ്രത്യേകം പറയണം കേട്ടോ. ആരാ ഇത്? ഞാൻ തന്ത. തന്ത സിനിമയിൽ ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ഇവിടെ ആവശ്യം അങ്കിളാ, അങ്കിൾ. ഞാൻ മിസ്റ്റർ കൊരട്ടൂരിനെ ശരിക്കും അങ്ങോട്ട് പരിചയപ്പെടുത്തിയില്ല. സത്യത്തിൽ ഇവിടെ ഉള്ളവരുടെ എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിൽ മിസ്റ്റർ കൊരട്ടൂരിന്റെ ഇന്റർവ്യൂവും ലേഖനങ്ങളുമാണ്. എനിക്കതൊന്നും ഒരു കാര്യമല്ല. പക്ഷെ അഹങ്കാരം കാണിച്ചാൻ പറ്റില്ല. ഈ വളർത്തി വിറ്റ് വരുമ്പോൾ ഒരുപാട് അഹങ്കാരം നന്ദിയോടൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടാ അപ്പൊ തകർക്കും. മിസ്റ്റർ കൊരട്ടൂരിന്റെ ഒറ്റ ലേഖനം മതി ഉയരാൻ. അല്ല, താഴെ പോകാനും ഒന്ന് മതി. ചുരുക്കത്തിൽ നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഒരു സാക്ഷാൽ പത്രപ്രവർത്തകനാണ് ശ്രീ കൊരട്ടൂർ. കരുതിയിട്ടുണ്ടല്ലോ അല്ലേ? ലോഡ്ജ് പോയിട്ട് സംഘടിപ്പിക്കാം. ഏറ്റാച്ചാനെ ഏറ്റാ മതി. പോൾരാജ് മദ്രാസിൽ വന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് ഇല്ലാതായപ്പോ ഞാൻ ഇയാളെ അസിസ്റ്റന്റ് ഡയറക്ടറായി. ഇപ്പൊ ഞാൻ ഡയറക്ടർ ആകാൻ പോകുന്നു. അടുത്ത ലക്കത്തിലേക്ക് അത് കലക്കിയിട്ടുണ്ട്. ഡയറക്ടർ പോൾ രാജിന്റെ 7 ചിത്രങ്ങൾ. 7 എന്താ എണ്ണം കുറച്ച് കൂടിപ്പോയില്ലേ എന്നൊരു സംശയം. ഒരു സംശയം വേണ്ട. ഒരു പടം ഉടനെ ഇറങ്ങാൻ പോകാൻ തീർച്ചയാണ്. ബാക്കി 6 ആലോചന ഇരിക്കുന്നു. എന്താ ആലോചിക്കാൻ പാടുന്ന നിയമമുണ്ട്. ഒന്നുമില്ല. ഒന്ന് ചുമ്മാ ഇരിക്കും പോൾ രാജ്. സിനിമയിലെ പത്രപ്രവർത്തനെ കുറിച്ച് VS കൊരട്ടൂരിനെ ആരും ഒന്നും പഠിപ്പിക്കണ്ട. നമുക്ക് തുടങ്ങണ്ടേ? എന്താ കൊരട്ടൂരിന് ശാന്തമ്മയുടെ കുറച്ച് ഫോട്ടോ എടുക്കണം. അയ്യോ, പിന്നെന്താ, എടുത്തോളൂ. ഈ പരസ്യത്തിന് ആവശ്യമുള്ള
പടങ്ങളൊക്കെ ഞങ്ങൾ എടുക്കും. അതിന് മറ്റൊന്നും വിചാരിക്കരുത്. ഏയ് എല്ലാം ഞങ്ങൾക്ക് വേണ്ടിയല്ലേ. എടുത്തു. ഈ സിനിമാ നടികളുടെ ശരീരത്തിൽ ജൗളി ഇല്ല എന്ന് പറഞ്ഞിട്ട് വേളം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അവർക്കും കവറടിക്കാൻ വേണ്ടി ജൗളി ഇല്ലാത്തവൻ നിങ്ങളുടെ പടം തന്നെയാ. എല്ലാം വെറും കച്ചവടം. പാവം ജനം എന്തറിയുന്നു. എടുത്തു. ഇവള് പോതും. ഓക്കെ. റെഡി? ഇവള് കടിക്കേ. അങ്ങനെ ചിനയാ റെഡി? ഓക്കെ. വിഷമിക്കേണ്ട കുട്ടിയെ പണം എടുക്കാറുണ്ട്. മതി. ഈ പടങ്ങളൊക്കെ ഇട്ട് ഞാനൊരു കലക്കം കലക്കേക്കാം. നേരെ കയറിയൊക്കെ പോയച്ചാ മതി. നമുക്കൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ അതൊക്കെ ഞാൻ കാഴ്ചയേക്കാം. പിന്നെ ഒരു കാര്യം, ഈ ശാന്തമ്മ എന്നുള്ള പേരൊന്ന് മാറ്റി. ഈ പേര് സിനിമാറ്റി അല്ല. നാട്ടിൽ നിന്ന് പോരുമ്പോഴേ പേര് മാറ്റിക്കൊണ്ട് പോരണമെന്ന് ഞാൻ ഇവളോട് പറഞ്ഞതാ. നീ കേട്ടോടി മോളെ. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ഞാൻ ഒരു പേര് പറയട്ടെ. ശാന്ത വിശാലം. നല്ലതല്ലേ? കൊള്ളാം. പേരിനർത്ഥമുണ്ട്. കൂടെ അമ്മയുണ്ട്. ശാന്ത വിശാലം. அப்படின்னா விசால சாந்தம்னு போடுங்க சார். முதல்ல வந்து அம்மா தானே. നിങ്ങൾക്ക് ഒരു ചുക്ക് അറിയാൻ പാടില്ല. ഞാൻ ഈ നരികൾക്ക് പേരിടുന്ന ഒരു ടെക്നിക് ഉണ്ട്. ആരാധകർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന പേരായിരിക്കണം. എന്നാ ആശാന്റെ പേരിട്. ഇടട്ടെ. ലേഖ. നല്ല പേര്. പിന്നെ ലേഖയ്ക്ക് വയസ്സെത്രയായി? അയ്യോ സാറേ, ഇവള് കൊച്ചാ. എന്നാലും ലേഖന എഴുതുമ്പം വയസ്സ് നോക്കണ്ടേ അല്ലേ? അവക്ക് അങ്ങനെ വയസ്സൊന്നും ഇല്ല. അതുകൊള്ളാം. ലേഖയ്ക്ക് വയസ്സില്ലെന്ന് ഞാൻ നോക്കൂ. എത്ര വയസ്സ് വെക്കണമെന്ന് പറ. 15, 16, 17. അയ്യോ, അങ്ങോട്ട് പോകണ്ട കേട്ടോ. എന്നാ പിന്നെ നടുക്ക് കിടക്കട്ടെ. 16. ലേഖയുടെ ഹോബി എന്താണ്? എന്നുവെച്ചാൽ കൂടുതൽ താല്പര്യമുള്ള വിനോദം എന്നർത്ഥം. എന്താ അടിമുള നിന്റെ താല്പര്യം? എനിക്കറിയില്ല. എന്നാ കഥയും കവിതയും തട്ടേക്കാം. സാഹിത്യരംഗം. അയ്യോ അത്രയും വേണം. ആരെങ്കിലും ചോദിച്ചാൽ കഥയും കവിതയും വായിക്കണമെന്ന് പറഞ്ഞാൽ പോരെ. ഇയാളാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ബാക്കിയൊക്കെ ഞാൻ തട്ടേക്കാം. പോകാൻ പോലെ. ഞാൻ പറയാൻ. ഓ, നിങ്ങൾ സ്വന്തക്കാരാണ്. ശാന്തമ്മ ഇവല്ല ലേഖ രക്ഷപ്പെട്ടതല്ല. കൊരട്ടൂരിന്റെ ലേഖനവും കൂടെ കുറെ ഫോട്ടോയും വന്നാൽ പിന്നെ നോക്കട്ടെ. എല്ലാം കുഞ്ഞിന്റെ സഹായ. ഈ സഹായം ഞങ്ങൾ മറക്കില്ല. ഇനി നമ്മുടെ സ്വന്തം കാര്യം. അടുത്ത ബുധനാഴ്ച നമ്മുടെ പടത്തിന്റെ പ്രൊഡ്യൂസർ വരും. ലേഖ അവരെ കാണാൻ പോകുമ്പോ നല്ല ഡ്രസ്സിലൊക്കെ പോകണം. പടത്തിലെ ഹീറോയിനെ. അതിനിപ്പോ പുതിയ ഡ്രസ്സ് വാങ്ങാൻ കാശില്ലെന്നായിരിക്കും. സാരമില്ല. അത് തന്നെയല്ല, പ്രൊഡ്യൂസർ വരുമ്പോ 5000 രൂപ അഡ്വാൻസ് വാങ്ങിച്ചുതരാം. കഴിഞ്ഞു. ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ലേഖ പടത്തിൽ കാലെടുത്ത് വെക്കുന്നത് ഹീറോയിനായിട്ടായിരിക്കണം. അതെന്റെ ഒരു തീരുമാനമാണ്. വരട്ടെ ചേച്ചി. കൊരട്ടൂർ വഴി കാത്തു നിൽക്കും. കൊണ്ടുപോയി സൽക്കരിക്കണം. ഇത്രയും നല്ല മനുഷ്യരുണ്ടോ മോളെ സിനിമയില്? കണ്ടപ്പോഴേ എനിക്ക് തോന്നി നല്ല ആളാന്ന്.